ഇന്നലെ അക്കൗണ്ടിൽ നിന്നെടുത്ത പണം ഞാൻ തിരിച്ച് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. മെസ്സേജ് കിട്ടിയില്ലേ? ഞാനത് ശ്രദ്ധിച്ചില്ല. അതെന്താ? പണം എടുത്ത കാര്യം മാത്രം ശ്രദ്ധിക്കാനേ സമയം കിട്ടിയുള്ളത് എനിക്ക്. തിരിച്ച് അക്കൗണ്ടിൽ വന്ന കാര്യം എന്താ അറിയാത്തത്? അതറിഞ്ഞാലും ഇല്ലെങ്കിലും വലിയ പ്രയോജനം ഇല്ലെന്ന് തോന്നി. അതെന്താ? ഞാൻ കടം കൊടുത്ത ആള് അത് തിരികെ തരില്ലെന്ന് വിചാരിച്ചോ? 24 മണിക്കൂറത്തേക്ക് ഡോക്ടറുടെ സുഹൃത്തിന് എന്തായിരുന്നു അത്ര അത്യാവശ്യം? അതോ കടം ചോദിച്ചാൽ തരുമല്ലോ എന്ന് പരീക്ഷിച്ചതാണ്? കാരണം എന്തോ ആയിക്കോട്ടെ, എടുത്ത കാശ് ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി അതിന്റെ പേരിൽ ആരെയും കുറ്റപ്പെടുത്താനും ക്ഷമ പറയിക്കാനൊന്നും നിൽക്കണ്ട. അല്ലെങ്കിലും അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കില്ല ഡോക്ടർ. പിന്നെ ഇത്രയ്ക്ക് അങ്ങോട്ട് ക്ഷോഭിക്കാൻ മാത്രം ഞാൻ അതിനു വേണ്ടി തെറ്റൊന്നും ചെയ്തില്ലല്ലോ. അക്കൗണ്ടിൽ നിന്ന് കാശെടുത്ത ഒന്ന് പറയാമായിരുന്നു എന്ന് പറഞ്ഞതിനാണോ ഈ അസ്വസ്ഥത? അല്ല, ഞാൻ മറ്റൊരാൾക്കെടുത്ത് കൊടുത്തത് തന്റെ അച്ഛൻ തനിക്ക് തന്ന കാശാണെന്നാണല്ലോ അവകാശം. അങ്ങനെ ഒരു അവകാശവാദമൊന്നുമില്ല. പിന്നെ ഞാൻ അങ്ങനെ അവകാശപ്പെട്ടില്ലെങ്കിൽ കൂടി അത് സത്യമല്ലേ? അതെ, അങ്ങനെ ഒരു അബദ്ധം ചെയ്തു പോയി. ഇനി മേലിൽ ആവർത്തിക്കില്ല, അത് ഞാൻ ഉറപ്പ് പറയുന്നു. ഡോക്ടർ, എന്റെ അച്ഛൻ നമ്മുടെ രണ്ടുപേരുടെ അക്കൗണ്ട് കാശിട്ട് തന്നത് ആവശ്യങ്ങൾക്കെടുത്ത് ചെലവാക്കാൻ തന്നെയാ. അതിൽ ആരും ആരെയും കുറ്റം പറയുന്നുമില്ല. പക്ഷെ രണ്ടുപേരുടെ അക്കൗണ്ട് ആവുമ്പോ അത് പരസ്പരം ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞതിന് ഈഗോ ഹേർട്ട് ആവേണ്ട കാര്യമൊന്നുമില്ല. അതെന്റെ കാര്യമല്ലേ, വിട്ടേക്ക്. ഹോസ്പിറ്റലിലെ കാര്യം എന്തായി? അതെന്തായാലും എന്താ, എന്റെ ഉത്തരവാദിത്ത കുറവാണ് പേഷ്യന്റ് മരിക്കാൻ കാരണമെന്നാണല്ലോ തന്റെ കണ്ടുപിടുത്തം. പക്ഷേ ആ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാർക്ക് എന്റെ നിരപരാധിത്വം മനസ്സിലായി. അതുകൊണ്ട് താൻ പ്രതീക്ഷിച്ച പോലെ ശിക്ഷയൊന്നും എനിക്ക് കിട്ടിയില്ല. അതെന്താ ഡോക്ടർ അങ്ങനെ പറഞ്ഞത്? പറച്ചിൽ കേട്ടാ തോന്നുമല്ലോ ഡോക്ടറെ ശിക്ഷിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹമൊന്നും. അങ്ങനെ ആഗ്രഹിച്ചാലും തെറ്റ് പറയാൻ പറ്റില്ലല്ലോ. സോറി, എന്താ ഡോക്ടർ ഉദ്ദേശിച്ചത്? മനസ്സിലായില്ല. ഇതിലത്ര മനസ്സിലാക്കാനൊന്നുമില്ല. എല്ലാവരുടെയും മനസ്സിലിരിപ്പ് എനിക്ക് കൃത്യമായി ബോധ്യാവുന്നുണ്ട്. അതന്നെ എനിക്ക് അങ്ങോട്ടും പറയാനുള്ളത്. ഇപ്പോ ഞാനൊരു ഭാരമായി തോന്നുന്നുണ്ടാവും ഡോക്ടർക്ക്, അല്ലേ? പരസ്പരം സഹായിക്കാനും സഹായം സ്വീകരിക്കാനും ഒക്കെ യോഗ്യതയുള്ള ആൾക്കാരുണ്ടല്ലോ ഇപ്പോ. അതുകൊണ്ടാവും മറ്റുള്ളവരുടെ ശല്യമായിട്ട് തോന്നുന്നത്. മൈൻഡ് യുവർ വേർഡ്സ് മാളു. ജയിക്കാൻ വേണ്ടി എന്തും വിളിച്ച് പറയാം, പക്ഷെ തീരെ അങ്ങ് തരം താഴരുത്. അത്രയ്ക്ക് തരം താണവളുടെ കൂടെ ഡോക്ടർ ബുദ്ധിമുട്ടി ജീവിക്കണമെന്നില്ല. ഡോക്ടറിന്റെ സ്റ്റാറ്റസിന് ചേർന്നവള് കൂടെ ഉണ്ടെന്നുള്ള അഹങ്കാരം എന്നോട് കാണിക്കണ്ട. ജോബിൻ, എന്താ ഇത്? എന്താ ഇവിടെ? കേസിൽ ഞാൻ നിരപരാധിയാണെന്ന് അറിഞ്ഞപ്പോ മുതല് കണ്ടില്ലേ മമ്മി, എന്റെ നിരപരാധിത്വം ബോധ്യപ്പെട്ടതിന്റെ ഫ്രസ്ട്രേഷൻ എന്റെ ഭാര്യയ്ക്ക്. ഒന്നുമല്ല ആന്റി, കൂട്ടുകാരിയെ സഹായിക്കാൻ അക്കൗണ്ടിൽ നിന്ന് പണം എടുത്തത് ഞാൻ കൈയോടെ കണ്ടുപിടിച്ചു. അതിന്റെ ജാളിത് മറക്കാനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്. കള്ളം കൈയോടെ കണ്ടുപിടിച്ചതിന് പകവോക്ക്. ജോബിൻ, തൊട്ടു പോകരുത്, മാറി നിൽക്ക. എന്താ മക്കളെ നിങ്ങൾക്ക് പറ്റിയത്? ജോബിൻ, അവളോട് പോയി സോറി പറ. എന്തിന്? അതിന്റെ ആവശ്യമൊന്നുമില്ല. വേണ്ട ആന്റി, അങ്ങനെ നിർബന്ധിച്ച് സോറി പറയിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടില്ലേ മോന്റെ മനസ്സിലിരിപ്പ്? ഇപ്പൊ തല്ലാൻ കയ്യോങ്ങി. ആന്റി ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോ തല്ലിയേനെ. ഇനി കൊല്ലാനും മടിക്കില്ലായിരിക്കും. അതെ, അത്രയ്ക്ക് പേടിയുള്ളവർ ഇവിടെ നിൽക്കണ്ട. ജോബിൻ, നിന്നോട് മിണ്ടാതിരിക്കാനാ പറഞ്ഞത്. എന്റെ സമാധാനം കളയാതെ ഒന്ന് ഇറങ്ങി പോകാൻ പറ മമ്മി. സന്തോഷം, മനസ്സിലുള്ളത് എപ്പോഴെങ്കിലും പറഞ്ഞല്ലോ. ശരി, ഇനി ഞാൻ കാരണം ഡോക്ടറിന്റെ സമാധാനം നഷ്ടപ്പെടണ്ട. ആന്റി, ഞാൻ ഇറങ്ങുക. മാളു, മാളു, നീ ഇതെന്ത് ഭാവിച്ച? ഇങ്ങനെ ഇറങ്ങിപ്പോകാനും മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? നീ ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ഇല്ല ആന്റി, ഞാൻ കാരണം ഇവിടെ ആരുടെയും സമാധാനം നഷ്ടപ്പെടുന്ന എനിക്കിഷ്ടമല്ല. ഞാൻ ഒഴിഞ്ഞു തന്നേക്കാം. മാളു, നിന്നോട് ആന്റിയാ പറയുന്നത്. ഇങ്ങനെ പിണങ്ങി ഇറങ്ങാൻ മാത്രം ഇവിടെ എന്തുണ്ടായെന്നാ? അവൻ പെട്ടെന്നുള്ള ദേഷ്യത്തിന് എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് നീ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാ മാളു? പെട്ടെന്നുള്ള ദേഷ്യമൊന്നും അല്ല ആന്റി ഇത്. എനിക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. ആന്റി പ്ലീസ് എന്നെ തടയരുത്. എനിക്ക് പോയേ പറ്റൂ. മാളു, ഞാനൊന്ന് പറയട്ടെ? വേണ്ട ആന്റി, ഇനിയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ജോബിൻ, അവളോട് പോകരുതെന്ന് പറ. അവളോട് സോറി പറയാൻ. അതിന് ഞാൻ തെറ്റ് ചെയ്തെങ്കിലല്ലേ സോറി പറയേണ്ട ആവശ്യമുള്ളൂ. എന്നെ ആവശ്യമില്ലാതെ പ്രവഹിക്കാൻ തുടങ്ങിയത് അവൾ തന്നെയാ. ജോബിൻ, നീ ഒന്ന് നിർത്തുന്നുണ്ടോ? വേണ്ട ആന്റി, ഇനി ഞാൻ കാരണം മമ്മി മോനും വഴക്കൂടണ്ട. ഞാൻ ഇറങ്ങുക. മോളെ, മാളു, നിനക്കിപ്പോ തൃപ്തിയായല്ലോ? എന്റെ കർത്താവേ, മാളു മോളെ, ഒന്ന് നിക്ക്.
ഞാനൊന്ന് പറയട്ടെ. മാളു, മാളു നിക്കവിടെ. ഈ രാത്രിയില് എവിടം വരെ ഇങ്ങനെ തനിച്ചു നടക്കാനാ ഉദ്ദേശം? നിന്റെ വീട് വരെയോ? അത്രയും ദൂരം തനിച്ചു പോകാൻ ഈ സമയത്ത് ഈ വഴി അത്ര സേഫ് അല്ല. നീ വാ, വന്ന് വണ്ടി കയറ്. സോറി ആന്റി, ഞാൻ വരുന്നില്ല. പേടിക്കണ്ട. നിന്നെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാനല്ല ഞാൻ ഇവനോടൊപ്പം വന്നത്. വിളിച്ചാലും നീ അവിടേക്ക് വരില്ലെന്നറിയാം. നീ സ്വന്തം വീട്ടിലേക്കെന്നും പറഞ്ഞ് ഇറങ്ങിയതല്ലേ? നിന്റെ വാശി തന്നെ ജയിക്കട്ടെ. പക്ഷേ അത് ഈ രാത്രിയിൽ സ്വന്തം ജീവൻ പണയപ്പെടുത്തി വേണ്ട. ഈ കാറിൽ നിന്റെ ഭർത്താവ് തന്നെ നിന്റെ വീട്ടിൽ കൊണ്ടുവിടും. കയറിക്കോളൂ. വേണ്ട ആന്റി, ഞാൻ നടന്നോളാം. ദേ, നിനക്കെന്താ മാളു? കാര്യം പറഞ്ഞ മനസ്സിലാവില്ലേ? നിന്നോട് എന്റെ മോന്റെ ഒപ്പം ജീവിക്കാൻ തിരിച്ചു വരണമെന്ന് അപേക്ഷിക്കാനല്ല ഞാൻ വന്നത്. ഈ രാത്രിയിൽ നീ എന്റെ വീട്ടിൽ നിന്നാ ഇറങ്ങിപ്പോയത്. അപ്പൊ സ്വന്തം വീട്ടിൽ നീ സുരക്ഷിതയായി എത്തുന്നതുവരെ നിന്റെ കാര്യത്തിൽ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് കൂടുതൽ വാശി കാണിക്കാതെ നീ ഞാൻ പറയുന്നത് അനുസരിക്ക്. ജോബിൻ, ഇവളെ വീട്ടിൽ കൊണ്ടുവന്നാക്കി അശ്വതിയെ മുരളിയെ ഏൽപ്പിച്ചിട്ട് വേണം നീ വീട്ടിലേക്ക് വരാൻ. കേട്ടല്ലോ? എന്നാ മമ്മി കൂടി വാ, നമുക്ക്. വേണ്ട, ഞാൻ വരുന്നില്ല. ഇവൾ എന്തുകൊണ്ട് ഈ നേരത്ത് വാശി പിടിച്ച് സ്വന്തം വീട്ടിലേക്ക് വരാൻ ഇടയായി എന്ന് ഇവളുടെ അച്ഛനും അമ്മയും ചോദിച്ചാൽ എനിക്ക് പറയാൻ കൃത്യമായ ഒരു ഉത്തരവില്ല. അതുകൊണ്ട് നീ തന്നെ ഇവളെ കൊണ്ടുപോയി വിട്ടാ മതി. ഇങ്ങനൊരവസ്ഥ നിനക്ക് വരാൻ കാരണക്കാരൻ എന്റെ മോനാണെങ്കിൽ അവന് വേണ്ടി ഈ അമ്മച്ചി നിന്നോട് മാപ്പ് ചോദിക്കാം. പൊയ്ക്കോ. ബാക്കിയൊക്കെ നേരിൽ സംസാരിക്കാന്ന് മുരളിയോടും അശ്വതിയോടും പറഞ്ഞേക്ക്. ചെല്ല്, പോ. ആരെ ബോധിപ്പിക്കാനായിരുന്നു തന്റെ ഈ ഷോ ഓഫ്? ഭയങ്കര ബോറായിപ്പോയി. ഇത്രയ്ക്ക് പ്രശ്നം വഷളാക്കിയത് താൻ ഒറ്റ ആളാ. എല്ലാവരുടെയും മുന്നിൽ എന്നെ മോശക്കാരനാക്കിയപ്പോ തൃപ്തിയായല്ലോ എനിക്ക്. ഇനി തന്റെ വീട്ടുകാരുടെ മുന്നിൽ കൂടി എന്നെ നാണം കെടുത്തണം. അതുകൂടിയാകുമ്പോ എല്ലാം തികയല്ലോ. തനിക്ക് എല്ലാവരുടെയും മുന്നിൽ നല്ല പിള്ള ചമയണം. എന്താ ഒന്നും പറയാത്തത്? ജയിച്ചു എന്നുള്ള അഹങ്കാരാവൂല്ലേ? ഡോക്ടർ, ഡേസി ആന്റി പറഞ്ഞിട്ടാ താല്പര്യം ഇല്ലെങ്കിൽ കൂടി ഈ കാറിൽ നിങ്ങളോടൊപ്പം ഞാൻ യാത്ര ചെയ്യുന്നത്. അതൊരു അവസരമായി മുതലെടുത്ത് എന്നെ ഇനിയും ഹരാസ് ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ നമ്മുടെ ഈ യാത്ര എന്റെ വീട് വരെ തികക്കില്ല. സോ പ്ലീസ്. നീ അവിടെ നിക്ക്, ചോദിക്കട്ടെ. എന്നതായി? കൊച്ചിനെ കണ്ടോ? അവളും ജോക്കുട്ടനും എവിടെ? മാളുവിനെ അവളുടെ വീട്ടിൽ വിടാൻ ജോബിൻ പോയിരിക്കുക. ആ, അപ്പൊ അവളിനി തിരിച്ചു വരികയില്ലെന്ന് ഉറപ്പാണോ ഡേസമ്മ? എന്നതായാലും പെങ്കൊച്ചങ്ങൾക്ക് ഇത്ര അഹങ്കാരം പാടില്ല കേട്ടോ. അല്ലേലും അവൻ എന്തെങ്കിലും ഇത്തിരി ദേഷിച്ചു പറഞ്ഞാ ഇങ്ങനെയാണോ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങൾ കാണിച്ചു കൂട്ടേണ്ടത്? കൂടും കിടക്കെ എടുത്ത് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അഹങ്കാരം കാണിക്കുകയാണോ വേണ്ടത്? അഹമ്മതി പിടിച്ച കൊച്ച്. അമ്മച്ചി ഇതെന്തറിഞ്ഞിട്ടാ? അഹങ്കാരം ആര് കാണിച്ചാലും അത് അഹങ്കാരം തന്നെയാ. അതിന് അവളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എന്നതാ ജോക്കുട്ടിന് എന്നാ തെറ്റാ അവളോട് ചെയ്തത്? അവൻ ചെയ്ത തെറ്റെന്താണെന്ന് അവനിങ്ങ് വരട്ടെ. അവനെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കാം. എന്റെ മോൻ ഇത്രത്തോളം അങ്ങ് വളർന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. ആ, നീ എന്നതിനാ ഡേസമ്മ അവനെ കുറ്റം പറയുന്നേ? കുറച്ചൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും കൂടെ പൊറുക്കുന്ന പെങ്കൊച്ചുങ്ങളും കൂടെ തയ്യാറാവണം.
എന്നാലേ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കൂ. അമ്മച്ചി അങ്ങനെ അവന്റെ സൈഡ് പിടിച്ച് സംസാരിക്കണ്ട. പെണ്ണുങ്ങൾ മാത്രം എല്ലാം സഹിച്ചും ക്ഷമിച്ചും കഴിയണമെന്നുള്ള കാലമൊക്കെ പണ്ടായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികളോട് അമ്മ അതിന് ന്യായീകരണം ഒന്നും നടക്കില്ല. അല്ലെങ്കിൽ തന്നെ അവൾ ഇവിടുന്ന് പിണങ്ങി ഇറങ്ങി പോകാതിരിക്കേണ്ട സാഹചര്യം അവനായിരുന്നു ഉണ്ടാക്കേണ്ടത്. അതിനല്ലല്ലോ അവൻ ശ്രമിച്ചത്. ഇങ്ങു വരട്ടെ, അവന് ഞാൻ നേരിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാതെ എന്നെ അവൻ മമ്മിയായിട്ട് കാണുകയും വേണ്ട, സ്നേഹിക്കുകയും വേണ്ട. അവൻ വരുമ്പോ പറഞ്ഞേക്ക്. കർത്താവേ, ഇനി ഇതിന്റെ പേരിൽ ഇവിടെ എന്നതൊക്കെയാ നടക്കാൻ പോകുന്നേ? എനിക്കൊന്നും അറിഞ്ഞൂടെ. എന്നാലും മുരളി ഈ രാത്രിയിൽ ഇത്രയും തിടുക്കപ്പെട്ടു പോയത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. ഇനിയിപ്പോ ഏത് നേരത്തെ അങ്ങ് എത്തുമെന്നും പറഞ്ഞ വല്ല തീവണ്ടിയിലോ വിമാനത്തിലോ പോകാനുള്ളതിന് ഇത്രയും ദൂരം ബസ്സിൽ. ഇനി അങ്ങ് എത്തുന്നവരെ വീട്ടിലുള്ളവർക്ക് ആദ്യാണേ. ഉച്ചയ്ക്ക് മുമ്പ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണമെന്ന് അവര് പെട്ടെന്ന് വിളിച്ചു പറഞ്ഞോണ്ടല്ലേ അമ്മേ. പാവം, ആ പ്രോജക്റ്റ് നടക്കുന്നുള്ള വലിയ പ്രതീക്ഷയിലാ പോയിരിക്കുന്നത്. അതാരാ ഈ സമയത്ത്? ആ ഇത് ഭയങ്കര സർപ്രൈസ് ആയി പോയല്ലോ. രണ്ടുപേരും കൂടെ എവിടെ പോയിട്ട് വരുന്ന വഴിയാ? എന്താ മാളു, എന്താ ഈ നേരത്ത്? ഞങ്ങള് വീട്ടിൽ നിന്ന് വരുന്ന വഴിയാ. മാള് കുറച്ച് ദിവസം ഇവിടെ നിൽക്കട്ടെ. അയ്യോ, അതെന്തു പറ്റി മോളെ? എന്താ, നിനക്ക് സുഖമില്ലേ? ഒന്നുമില്ല. എന്താ ജോബിൻ, എന്താ പറ്റിയത്? ആന്റി, അത് മാളുവിന് എന്തൊക്കെയോ തെറ്റിദ്ധാരണകളും സംശയങ്ങളും ഉണ്ട്. അതേ ചൊല്ലി ഞങ്ങൾ തമ്മിലൊന്ന് വഴക്കുകൂടി. വീട്ടിൽ പോകണമെന്നും പറഞ്ഞ് തനിച്ചവിടെ നിന്ന് ഇറങ്ങി. ഞാനും മമ്മിയും പിന്നാലെ ചെന്ന് കൂട്ടിയത്. മമ്മി ഒരുപാട് നിർബന്ധിച്ചിട്ട് മാളു എൻ്റെ കൂടെ വരാൻ തയ്യാറായത്. എന്ത് ജോബിൻ, എന്താ ഇങ്ങനെയൊക്കെ? അവൾ ഇങ്ങനെ പിണങ്ങാൻ വേണ്ടി മാത്രം എന്താ ഉണ്ടായത്? എനിക്കറിയില്ല ആന്റി. ഞാൻ പറഞ്ഞില്ലേ, മാളുവിന് എന്തൊക്കെയോ സംശയങ്ങൾ. എല്ലാം മാളു എന്നെ വിസ്തരിച്ച് പറയും. ഞാൻ ഇറങ്ങുന്നു. അല്ല ജോബിൻ, പോവാണോ? ആ, ഇറങ്ങട്ടെ ആന്റി. കാര്യം എന്താന്ന് വെച്ചാൽ മാളു തന്നെ വിശദമായിട്ട് പറയും. എന്താടി അശ്വതി, എന്താ ഇതൊക്കെ? അവളെന്തിനാ അവിടുന്ന് പിണങ്ങി ഇറങ്ങിയത്? ഈ രാത്രിയിൽ ഇവർക്ക് ഇതെന്തു പറ്റി? നിന്ന് കണ്ണു മിഴിക്കാതെ ഇങ്ങോട്ട് വാ പെണ്ണേ. എന്താ കാര്യമെന്ന് അവളോട് ചോദിക്കാം. വന്നേ. മാളു, എന്താ മോളെ, എന്താ ഇതൊക്കെ? എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? അമ്മയ്ക്ക് ഡോക്ടറോട് ചോദിക്കായിരുന്നില്ലേ? അയാളോട് ചോദിക്കുന്നതിന് ഞങ്ങൾക്കൊരു പരിധിയില്ലേ? അതുപോലല്ലോ നിന്നോട്. മോള് പറ, ശരിക്കും എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? എന്താണെങ്കിലും നിനക്ക് ഞങ്ങളോട് തുറന്നു പറയാലോ. നിനക്ക് ജോബിനെ കുറിച്ച് എന്തൊക്കെയോ സംശയമോ തെറ്റിദ്ധാരണയോ അങ്ങനെ എന്തൊക്കെയോ ആണ് ജോബിൻ പറഞ്ഞത്. അങ്ങനെ സംശയിക്കാനും തെറ്റിദ്ധരിക്കാനും മാത്രം എന്താ ഉണ്ടായത്? ഓ, അപ്പൊ കഥ അങ്ങനെയായോ? അത് ഞാൻ അറിഞ്ഞില്ല. അല്ലെങ്കിലും രക്ഷപ്പെടാൻ എളുപ്പം എന്നെ അങ്ങനെ ഒരു മാർക്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നതാണല്ലോ. ആ ബുദ്ധിയാവും ഡോക്ടർ ഇവിടെ പ്രയോഗിച്ചത്. അയാൾ പറഞ്ഞത് ഞങ്ങൾ കാര്യമാക്കുന്നില്ല. ദേ, മുത്തശ്ശിക്ക് നീ പറയുന്നതാണ് വിശ്വാസം. എന്താ ഉണ്ടായെന്ന് തുടക്കം മുതൽ വെടിപ്പായിട്ട് ഇങ്ങോട്ടൊന്ന് പറഞ്ഞേ. എന്നിട്ട് ഞാൻ പറയാം ആരുടെ ഭാഗത്താ ന്യായമെന്ന്. പറ മോളെ. മാളു, നീ എന്തെങ്കിലും ഒന്ന് പറയ്. ഡോക്ടർ പല കാര്യങ്ങളിലും ഈയിടെ വല്ലാതെ ആബ്സെന്റ് മൈൻഡഡ് ആണമ്മേ. വീട്ടിലെ കാര്യങ്ങളിൽ മാത്രമല്ല, ഹോസ്പിറ്റലിലെ കാര്യങ്ങളിലും. ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റിന്റെ മരണമായിട്ട് ബന്ധപ്പെട്ട് സ്വന്തം ചീഫിൽ നിന്ന് പോലും എന്റെ ഭർത്താവിന് വഴക്ക് കേൾക്കേണ്ടി വന്നു. എല്ലാ കാര്യങ്ങളും കൃത്യനിഷ്ഠയായും ചിട്ടയോടും കൂടി ചെയ്യുന്നതിന് ഡോക്ടറെ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരാളാ. ഇപ്പൊ ഉത്തരവാദിത്തക്കുറവിനെ പറ്റി കംപ്ലൈന്റ് പറഞ്ഞതെന്നുകൂടി ഓർക്കുമ്പോ. എന്താ ഇപ്പോ അങ്ങനെ ഒരു മാറ്റം ജോബിനില്? എന്താ റീസൺ ഒന്നും എനിക്ക് വ്യക്തമായി അറിയില്ലമ്മേ. ഡോക്ടർ ഇപ്പോ മറ്റൊരു സ്ത്രീയായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പിലാ. മറ്റൊരു സ്ത്രീയോ? ഏതാ അവള്?
നീ പറഞ്ഞു തുടങ്ങിയപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു അവന്റെ പോക്ക് അങ്ങോട്ടാണെന്ന്. അമ്മേ, അവള് പറയട്ടെ. മുത്തശ്ശി വിചാരിക്കുന്നത് പോലെ അതൊരു മോശപ്പെട്ട റിലേഷനൊന്നും അല്ല. ഒരുമിച്ച് ഒരേ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരാകുമ്പോൾ അത്തരം ഫ്രണ്ട്ഷിപ്പൊക്കെ സ്വാഭാവികം. അതിനെ അതിൻ്റെതായ സ്പിരിറ്റിൽ എടുക്കാൻ ഞാൻ തയ്യാറുമാണ്. പക്ഷെ അങ്ങനെ ഒരു സൗഹൃദം ഉള്ളത് ഡോക്ടർ എന്നിന്ന് മറച്ചു വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് ഞാൻ ചോദിച്ചപ്പോ ഞാൻ തെറ്റുകാരിയായി. തെറ്റുകാരി മാത്രല്ല, എന്നെയും ആ ലേഡിയും കമ്പയർ ചെയ്തപ്പോ അവർക്കാണ് മഹത്വം കൂടുതലെന്ന് ഡോക്ടർക്ക് ബോധ്യമായത്രേ. സുഹൃത്തിനാണ് ഭാര്യയേക്കാൾ മഹത്വത്തിന് റേറ്റിംഗ് കൂടുതലെങ്കിൽ ആ വീട്ടിൽ അങ്ങനെ ഒരാളുടെ ഭാര്യയായി ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതിൽ എന്ത് അർഹതയാണമ്മേ, എന്ത് യോഗ്യത എനിക്കുള്ളത്? എന്റെയും ഡോക്ടറിന്റെയും പേരിലുള്ള ജോയിന്റ് അക്കൗണ്ടിൽ നിന്ന് 50,000 രൂപ ഡോക്ടർ പെട്ടെന്ന് പിൻവലിച്ചപ്പോ അത് എന്തിനു വേണ്ടിയാണെന്ന് ഞാനൊന്ന് ചോദിച്ചു പോയത് മഹാ അപരാധമാണത്രേ. എന്താ അമ്മേ, ആ കാശ് ആർക്ക് എന്തിനു വേണ്ടി കൊടുത്തു എന്നറിയാനുള്ള അവകാശം ഭാര്യയായിട്ടുള്ള എനിക്കില്ലേ? അത് ചോദിച്ച് ഞാൻ മോശക്കാരി, വാങ്ങിയ സുഹൃത്ത് നല്ലവള്. അപ്പൊ പിന്നെ ഒരു മോശക്കാരിയായിട്ട് ഞാനിനി അവിടെ തുടരുന്നതിൽ അർത്ഥമില്ലെന്ന് തോന്നി, അതുകൊണ്ട് പോന്നു. അതിന് നീ ഇങ്ങനെ പിണങ്ങി ഇറങ്ങി പോരേണ്ട കാര്യം ഉണ്ടായിരുന്നോ മാളു? എന്ത് കാര്യത്തിനാണെങ്കിലും നമുക്ക് ആലോചിച്ചൊരു പരിഹാരം ഉണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ. സോറി അമ്മേ, അങ്ങനെ എന്റെ വ്യക്തിത്വം പണയപ്പെടുത്തി ഇനി അവിടെ തുടർന്നുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഇറങ്ങിപ്പോകുന്ന തെറ്റാണെന്ന് ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടായിരിക്കുമല്ലോ ഡെയ്സി ആന്റിയും എന്റെ ഇഷ്ടത്തിന് പോകാൻ എന്നെ അനുവദിച്ചത്. എന്നാലും മാളു, അശ്വതി, അവള് പറഞ്ഞതിലും ചെയ്തതിലും തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മോള് സമാധാനമായിട്ടിരിക്കെ. നീ ചെയ്തു തന്നെ അതിന്റെ ശരി. ഇനി നീ ഇവിടെ നിൽക്ക്. ഇതിനൊരു തീരുമാനമായിട്ട് നീ പോയാ മതി. നീ ഇങ്ങ് വന്നേ. ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്? നീ വെറുതെ അവളെ കുറ്റം പറയാൻ നിൽക്കണ്ട അശ്വതി. ഞാൻ പറഞ്ഞില്ലേ, ന്യായം നമ്മുടെ കൊച്ചിന്റെ ഭാഗത്താ. അതുകൊണ്ട് അവള് പറയുന്നത് വേണം നമ്മളിപ്പോ കേൾക്കാൻ. എന്ന് പറഞ്ഞ എത്ര നാളെ അവളെ എവിടെ ഇങ്ങനെ നിർത്താൻ പറ്റുക? ഞാൻ എന്തായാലും മുരളിയേട്ടനെ വിളിച്ചൊന്ന് ചോദിക്കട്ടെ. നീ ഇപ്പൊ മുരളിയെ വിളിക്കാൻ വരട്ടെ. ഒന്നാമതേ മുരളി ഇപ്പൊ ഒരു യാത്രയല്ല. ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം കൂടി അറിഞ്ഞ മുരളിക്ക് ആകെ വിഷമാവും. പിന്നെ ഇല്ലത്തുനിന്നിറങ്ങി അമ്മ തൊട്ട് എത്തിയതും ഇല്ലെന്ന് പറഞ്ഞ പോലെ ആവും കാര്യങ്ങള്. എന്തായാലും മുരളി 3-4 ദിവസം കഴിഞ്ഞല്ലേ വരൂ. അതുവരെ മാളു ഇവിടെ നിൽക്കട്ടെ. അല്ലമ്മേ, എന്നാലും മുരളിയേട്ടനോട് ഇതൊന്ന് പറയണ്ടേ? ഇപ്പൊ പറയണ്ട. എന്തായാലും ഇന്ന് ഇരുട്ടി വെളുക്കുന്നതിനിടയ്ക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ. നാളെ ആവട്ടെ. അവിടുന്ന് ടീച്ചറോ ജോബിനോ ആരെങ്കിലും വന്ന് സംസാരിക്കട്ടെ. എന്നിട്ട് നമുക്ക് മുരളിയെ വിളിച്ച് പറഞ്ഞാൽ മതി. എന്നാലും ഇവരിതെന്ത് ഭാവിച്ചാമേ? നീ എങ്ങനെ രണ്ടുപേരെയും ചേർത്ത് പറയണ്ട അശ്വതി. കേട്ടിടത്തോളം തെറ്റ് ആ ചെറുക്കന്റെ ഭാഗത്ത് തന്നെ. അക്കൗണ്ടിൽ നിന്ന് ലക്ഷങ്ങൾ എടുത്തു കൊടുത്ത് സഹായിക്കാൻ അവളാരാ ഇവന്റെ? അമ്മേ, അത് പിന്നെ സുഹൃത്തുക്കളാവുമ്പോ. എന്തോന്ന് സുഹൃത്തുക്കള്? ഇനിയിപ്പൊ കൂട്ടുകാരാണെങ്കിൽ തന്നെ ആ പൈസ എടുത്ത് കൊടുത്തോട്ടെ ഇവളോടൊന്ന് ചോദിച്ചാൽ എന്താ കുഴപ്പം? അവളും കൂടെ അറിയേണ്ട കാര്യങ്ങളല്ലേ ഇതൊക്കെ. ഈശ്വര, ഇനി ഇതൊക്കെ എന്താവോ എന്തോ. ഒരു തരത്തിലും മനുഷ്യന് സമാധാനം ഇല്ലെന്ന് പറഞ്ഞാ മതിയല്ലോ. നീ വിഷമിക്കാതെ. എന്തായാലും കൊച്ചു നമ്മുടെ വീട്ടിലെത്തിയില്ലേ, ഇനി കുറച്ചു ദിവസം അവളിവിടെ നിൽക്കട്ടെ. രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് എല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തിട്ട് മതി ഇനി അവളെ അങ്ങോട്ട് അയക്കുന്നത്. മുരളി വന്നിട്ട് എന്താ വേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം. നീ വാ. മമ്മി, എന്താ എന്നോടൊന്നും സംസാരിക്കാനില്ലേ? നടന്നതൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടും മമ്മിക്ക് എന്നോടൊന്നും ചോദിക്കാനില്ലേ? ചോദിക്കാത്തത് മനഃപൂർവ്വ. ഇപ്പോഴും അതിന് പറ്റിയൊരു മൂഡിലല്ല ഞാൻ. ചോദിക്കാൻ പോയിട്ട് നിന്നോടൊന്ന് സംസാരിക്കാൻ പോലും തോന്നുന്നില്ല എനിക്ക്. പിന്നെ ഞാൻ എന്റെ കടമ നിർവഹിക്കുന്നു, അത്രയുള്ളൂ. മമ്മി, കാര്യം അറിയാതെ മമ്മി എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്. വേണ്ട ജോബിൻ, നീ പറഞ്ഞത് ശരിയാ. കാര്യവും കഥയും അറിയാതെ ആട്ടം കാണുന്നൊരു പൊട്ടിയാ ഞാനിപ്പോ.